ശ്രീ ജി വി ഹരി, ഞാനത് ഓളത്തിന് പറഞ്ഞതാണ് കേരളമേ കാത്തിരിക്കൂ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പക്ഷേ പ്രതീക്ഷിക്കണോ അത് ഉടൻ തന്നെ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്നത്. ഇന്നിപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ നാളെ രാവിലത്തേക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ്. അദ്ദേഹം കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങളോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ജനാധിപത്യപരമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഈ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പോലും എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾ പൂർത്തിയാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അതിനൊരു സംശയമില്ല. ഇപ്പോൾ ഏകപക്ഷീയമായി ചില ആളുകളൊക്കെ നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറയും, അയാളങ്ങ് വെച്ചേക്കാൻ പറയും, അയാളങ്ങ് വെക്കും. ചില ആളുകൾ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി കൂടി പറഞ്ഞിട്ട് താഴോട്ട് കൊടുക്കും. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, എല്ലാ മുൻ PCC അധ്യക്ഷന്മാരെയും അതോടൊപ്പം ഏറ്റവും മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേർ, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അതിന്ന് എനിക്ക് തോന്നുന്നു ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു VM സുധീരനെ കൂടി കാണാനുണ്ട്. അത് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നാളെ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം അങ്ങോട്ട് പോയതുകൊണ്ട് വൈകുന്നേരം കാണാം എന്ന് വെച്ചിരുന്ന VM സുധീരൻ സാറിനെ കാണാൻ സാധിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെയും രാത്രി തന്നെ കാണുമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങളടക്കം എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് KC ആകുമെന്നാണ് അല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആരെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ 3 നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതാകാനുള്ള എല്ലാ റൈറ്റും എല്ലാ അർഹതയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് ശ്രീ KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെതായ ക്വാളിറ്റിയുണ്ട്. ശ്രീ VD സതീശന് അതിൻ്റെതായ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. അതോടൊപ്പം സീനിയോറിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിനും ഈ 3 പേരും ഈ കാര്യത്തിൽ തുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിലാരെയാണോ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത് അവരെ പാർട്ടി മുഖ്യമന്ത്രിയാക്കും. ബാക്കിയുള്ള ആളുകളെയും ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. ശ്രീ സിബി സത്യൻ, ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾ, പുതിയ തർക്കങ്ങൾ, പുതിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ VD സതീശൻ ലീഗിൻ്റെ പിന്തുണയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. KC ആകട്ടെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നെ ഇത്രയും MLA-മാരുടെ പിന്തുണ നേടിയിട്ട് അദ്ദേഹം ഇത് വേണ്ട എന്ന് വെക്കുകയില്ലല്ലോ. രമേശ് ആണെങ്കിൽ പൊതുവെ സൈലൻ്റ് ആണ്. അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണ കുറവാണ്. പക്ഷേ എങ്കിലും തൻ്റെ സീനിയോറിറ്റി പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന മറ്റൊരു സമവാക്യത്തിന് കൂടിയാണ്. കാരണം സതീശൻ ലീഗിൻ്റെ പിന്തുണയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് വെളിയിൽ നിന്ന് വരുന്ന വിമർശനമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും, ക്യാമ്പയിനുകൾ നടക്കും. അപ്പോൾ മറുവശത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സഭാ നേതൃത്വങ്ങൾ KCക്ക് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന്. ഭൂഷണമല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഈ വലിയ ഭൂരിപക്ഷം നേടിയ ഈ സമയത്ത്? മനുഷ്യ, എനിക്ക് തോന്നുന്നത് ഈ എല്ലാ വിഭാഗം ജനങ്ങളും കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണല്ലോ. കുറെ കൂടെ ലാർജറായിട്ടുള്ള ഒരു എന്താ പറയുക, ജനാധിപത്യ വ്യവസ്ഥിതിയെ മുന്നോട്ട് വെക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം എന്ത് കേസിൽ പറഞ്ഞാലും, ഇപ്പം ഇടതുപക്ഷ പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, അവരെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവിന്റെ ഇതിന്റെ ഹെഡ് എന്ന, നിയമസഭയുടെ ഹെഡ് എന്ന് പറയുന്ന ഒരാളിനെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പരിഗണനകൾ വരും. അതിനകത്ത് ഒരുപാട് പരിഗണനകൾ വരുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആത്യന്തികമായിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 3 പേരുടെയും പേരിൽ ജാതിപരമായ വേർതിരിവുകളില്ല എന്ന് മനസ്സിലാക്കണം. അതായത് അവരെല്ലാം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടല്ല മത്സരിക്കുന്നത്. പക്ഷേ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള 3 പേർക്ക് വളരെ വ്യത്യസ്തരായ ആൾക്കാരെ പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, വ്യത്യസ്തമായ ജാതി മത വിഭാഗങ്ങളെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമല്ലേ? അപ്പൊ ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ VD സതീശിന് വേണ്ടിയിട്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുന്നു. KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, നമ്മളുടെ ക്രിസ്ത്യൻ സഭകൾ ചിലത് രംഗത്ത് വരുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് NSS ശക്തമായി നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ നിൽക്കുന്നുണ്ട്.
അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ മത്സരത്തിന്റെ രംഗമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു പിശക് എന്ന് പറയുന്നത് ഈ നാടകം കുറച്ചധികം വലിച്ചു നീട്ടപ്പെടുകയും കോൺഗ്രസ് വളരെ സാമാന്യം നല്ല രീതിയിൽ അപഹാസ്യരാക്കപ്പെടുകയും ചെയ്തു എന്നുള്ള സംഗതി നമുക്ക് വിസ്മരിച്ചുകൂടാ. നമ്മളിനി എന്തെല്ലാം ന്യായീകരിച്ചാലും ഇത് വലിയ ലാർജർ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. സിബിയിലേക്ക് വരും. ഒരു അപ്ഡേറ്റ് ഉള്ളത് ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ചെന്ന നേതാക്കളെല്ലാം 8 മണിയുടെ വിമാനത്തിൽ തിരികെ കേരളത്തിലേക്ക് പോരുകയാണ്. അതായത് ചർച്ചകൾ അവസാനിക്കുകയാണ്. 8 മണിയുടെ വിമാനത്തിൽ എല്ലാവരും തിരികെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. മിക്കവാറും നാളെ പ്രഖ്യാപനം എന്നാണ്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ എന്നുള്ളത് നാളെ കഴിഞ്ഞു പോവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ കേട്ടോ. ശരി സിബി. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഈ ഒരു വലിയൊരു കാലതാമസം ഈ പറഞ്ഞ ഓരോരുത്തരുടെ ഡൽഹി വിളിപ്പിക്കലും ഈ വിശാലമായ ഇത്തരം സംവിധാനങ്ങളെല്ലാം കൂടി ഈ കോൺഗ്രസിന്റെ ജയത്തിന്റെ ശോഭ കെടുത്തി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിനി എത്ര ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ 35 സീറ്റ് മാത്രം ലഭിച്ച LDF പ്രവർത്തകർ അന്തസ്സായിട്ട് റോഡിൽ കൂടെ നടക്കുകയും 102 സീറ്റ് ലഭിച്ച UDF പ്രവർത്തകർ തലയിൽ മുണ്ടിട്ട് വീട്ടിനകത്തിരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതെന്ത് പറഞ്ഞാലും വളരെ ക്ലിയർ ആണത്. കാരണം സോഷ്യൽ മീഡിയയിലടക്കം വളരെ സജീവമായി രംഗത്ത് നിന്ന ഒരുപാട് UDF പ്രവർത്തകര് ഈ പറഞ്ഞ ഡിലേയുടെ പേരിൽ പലതും പറയാനാവാതെ അവർക്ക് ഈ വിജയം ആഹ്ലാദിക്കാനാവാതെ അകത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല ഓരോ നേതാക്കൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിങ് നടക്കുന്നത് VD സതീശന് വേണ്ടിയാണ്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുറക്കുമ്പോഴേ ആ ഹാൻഡിലുകളൊക്കെ അതിൽ കുറേയൊക്കെ ഫേക്ക് ആയിരിക്കും. പക്ഷേ എങ്കിലും സതീശന് അനുകൂലികളാണ് കൂടുതലുള്ളത്. അതെ, എന്ന് മാത്രമല്ല ഇനിയിപ്പോ നിലവിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളിപ്പോ എന്തെല്ലാം പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ ശ്രീ ഡോക്ടർ GV ഹരി പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞങ്ങൾ നല്ല കോൺഗ്രസ്സുകാർ അംഗീകരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും എന്തായാലും ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പേരല്ല പുറത്തു വരുന്നതെങ്കിൽ തെരുവുകളിൽ അത്യാവശ്യം നല്ല ഒരു ഷോ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ന് മാത്രവുമല്ല അത് ഫർദർ എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ KC വേണുഗോപാലിന്റെ പേരാണ് വരുന്നതെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസ്ക് ഉണ്ട്. അതിനെ തുടർന്നുണ്ട് അതിശക്തമായ തെരുവുകളിൽ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ഔട്ട്ബേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സംഭവങ്ങൾ റിസ്ക് അത് കോൺഗ്രസ് നോക്കിക്കോളും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അണികൾക്ക് അതിനേക്കാൾ വലുത് ഈ സതീശന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം മറ്റൊന്നാണല്ലോ. ഈ എന്താണ് പടനയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്നുള്ള ആ സ്ലോഗനുമായി തെരുവിലിറങ്ങിയവരും ക്യാമ്പയിൻ നടത്തുന്നവരും അവർക്കുണ്ടാകുന്ന ആഘാതം വലുതാണ്. അതുകൊണ്ട് പക്ഷെ കുറച്ച് ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും എന്നതിനപ്പുറം ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അത് ശീലമായി പൊക്കോളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.